ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കം കണ്ടതുപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ പൈപ്പ് നമ്മൾ കൈകൊണ്ട് അനക്കുന്ന സമയത്ത് അനങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസർ പൈപ്പ് ഇങ്ങനെ അനങ്ങുന്ന കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ സൈലൻസർ ഫിക്സഡ് ആയിട്ട് വയ്ക്കാത്ത, അതായത് എന്തുകൊണ്ട് ഇത് ഉറപ്പിച്ച് വയ്ക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിങ്ങനെ ആടി നിൽക്കുന്നു? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊരു സംശയമുണ്ട്. നിങ്ങളുടെ സ്വന്തം വാഹനത്തിലൊന്ന് നോക്കുക, സൈലൻസർ ഫിക്സഡ് ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സൈലൻസർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്? അതായത് ശരിക്കും തൂക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന പോലെ ഓരോ റബ്ബറിൻ്റെ ഹുക്സിലാണ് ഇത് ശരിക്കും തൂക്കിയിട്ടിരിക്കുന്നത്. ഈ സൈലൻസർ തൂക്കിയിടാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ശരിക്കും സൈലൻസർ അല്ലെങ്കിൽ മാനിഫോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് പൈപ്പ്, അതായത് എക്സോസ്റ്റിൽ നിന്നും വരുന്ന ഗ്യാസിന്, അതായത് കത്തിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ഗ്യാസിന് അതിന് ഹീറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഹീറ്റ് പിന്നെ സൗണ്ട്, അതായത് അവിടെ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പ്ലോഷൻ നടക്കുമ്പോഴാണ് വാഹനത്തിനകത്ത് ഈ പറയുന്നൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പറയുന്നൊരു എക്സ്പ്ലോഷന് തിരിച്ച് പുറത്ത് ഗ്യാസായിട്ട് പോകുമ്പോഴാണല്ലോ അതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഹനത്തിന് മാനിഫോൾഡ് അല്ലെങ്കിൽ സൈലൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനിഫോൾഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങി വരുന്നത് ഇപ്പം നമുക്കറിയാവുന്ന പോലെ കാറ്റലിറ്റിക് കൺവേർട്ടർ കഴിഞ്ഞതിന് ശേഷം മഫ്ലർ യൂണിറ്റ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മഫ്ലർ യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ടെയിൽ പൈപ്പിലോട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും ഇത് എന്തുകൊണ്ടാണ് തൂക്കിയിട്ടിരിക്കുന്നത്? നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ചൂട് ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ബോഡിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാഹനത്തിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കാത്തത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് ഞാൻ പറയുന്ന സമയത്ത് കുറച്ചെല്ലാം ചോദിക്കുക, അത് അങ്ങനെയല്ലല്ലോ. ഇതും ഒരു കാരണമാണ്. കാരണം വാഹനത്തിൻ്റെ ബോഡിയുടെ പുറത്തുകൂടെയാണ് സൈലൻസർ ഒട്ടിപ്പോകുന്നത്. ബോഡിയെ ചേർത്താണ് ബോൾട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ഹീറ്റ് നേരെ ബോഡിയിലോട്ട് വരും, ബോഡി നന്നായിട്ട് ചൂടാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സൈലൻസറിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് വെച്ചാലൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, സൈലൻസറിൽ വൈബ്രേഷൻ വരുന്നതാണ്. അതായത് എഞ്ചിനിൽ നിന്നും ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ട് കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ അവിടെ 2 സ്പ്രിംഗ് ലോഡഡ് യൂണിറ്റാണ് വരുന്നത്. എഞ്ചിനിലുണ്ടാകുന്ന വൈബ്രേഷൻസ് ചെറുതായിട്ട് ഈ സൈലൻസറിലും വരുന്നതാണ്. ഈ ഒരു വൈബ്രേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷൻസിനെ ഡാമ്പ് ചെയ്യാനോ ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഈ സൈലൻസറിനെ ഹുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഈ കാണുന്ന പോലെ ഹുക്ക് ചെയ്ത് തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസർ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെയിൽ പൈപ്പ് എന്തുകൊണ്ട് കുലുങ്ങുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ചിന്ത വെച്ചേക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസറിന് കുലുക്കം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല.